പ്രിയപ്പെട്ട എൻ്റെ മെട്രോ വ്ളോഗേഴ്സിന് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ആയുർവേദ സോപ്പ് ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്കായിട്ട് ഇട്ടിരുന്നു, വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കൃഷിസ്ഥലം നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇത് മഞ്ഞളാണ്, സോപ്പിൻ്റെ പ്രധാന ചേരുവകയിലെ ഒരൈറ്റം. പിന്നെ അക്കൂട്ടത്തിൽ ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ സബോളയിന് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. അത് പരീക്ഷണമാണ്, അത് എല്ലാം മുളച്ചൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി അത് വിജയിക്കോ ഇല്ലെന്നുള്ളത് നോക്കാം. ഇത് ഇഞ്ചി, ഇത് സോപ്പിലേക്ക് വേണ്ടത് ആവശ്യമില്ല. തക്കാളി, ഇതാണ് എൻ്റെ കൃഷിസ്ഥലം. ഇത്തിരി കൃഷിസ്ഥലമേ ഉള്ളൂ. അതിൽ എനിക്ക് പറ്റാവുന്നത്ര പരമാവധി കൃഷികൾ ഞാൻ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു. ഇത് സപ്പോട്ടയാണ്. അതിന് ശേഷം ഇതെല്ലാം പടർന്നു വരുന്ന പാവൽ പോലുള്ള ഐറ്റംസ്. ഇത് കോളിഫ്ലവർ, ഇത് കാബേജ്, ഇതൊക്കെ ഇവിടം വരെ കാബേജ്. പിന്നെ ഇതെല്ലാം മഞ്ഞൾ, പിന്നെ തക്കാളി, കൂട്ടത്തിലൊരു മുരിങ്ങയുണ്ട്. ഇതാണ് നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്നതിലെ പ്രധാന ചേരുവകയിലൊന്നായ പുതിന. ഇത് അതിനു വേണ്ടിയിട്ട് നട്ടു വളർത്തി. ഇതുകൊണ്ട് വേറെയും പല ഉപകാരങ്ങളുണ്ട്. അത് പിന്നെ അടുത്ത വീഡിയോകളിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വെച്ചിട്ടുള്ളൂ, അത് വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ അമരപ്പയർ. പിന്നെ മഞ്ഞൾ പോലെ ഇരിക്കുമെങ്കിലും ഇത് മാങ്ങിഞ്ചി എന്ന് പറയുന്നൊരു സാധനമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കറി ഭക്ഷണ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നൊരു സാധനമാണ്. മഞ്ഞൾ, വെണ്ട, തക്കാളി, അതിനിടയ്ക്ക് കൊക്കമ്പറുണ്ട്, ടിഷ്യൂ കൾച്ചർ വാഴയുണ്ട്. മഞ്ഞൾ പറച്ച് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഉണക്കാനിട്ടിരിക്കുകയാണ് കാണുന്നത്. ഇതിനി ഇപ്പം ഏകദേശം പാകമായിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടി ഉണങ്ങിക്കഴിഞ്ഞാൽ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി. ആ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മളെ സോപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രധാന ചേരുവകയായ കറ്റാർവാഴ. ഇതിൻ്റെ തണ്ട് മുറിച്ചെടുത്ത് ഈ സൈഡിലെ മുള്ള് കളഞ്ഞ് തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് എടുത്തിട്ടാണ് നമ്മളിതിൽ മിക്സ് ചെയ്യുന്നത്. ആ ജെല്ല് തന്നെ ഈ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മുഖത്തൊക്കെ പുരട്ടാൻ ഏറ്റവും ബെസ്റ്റാണ്. അത് സ്കിന്ന് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ലതാണ്. ഇതെല്ലാം മഞ്ഞൾ നിർത്തും. പിന്നെ കോളിഫ്ലവർ, കാബേജ്, മുളക്, വഴുതന. അങ്ങനെ ഇത്തിരി സ്ഥലത്ത്, ഇത് സ്ഥലമില്ലാത്തത് കൊണ്ട് ഇത് എൻ്റെ ഒരു കൊച്ചു ഇടുന്നു. ആ വീടിൻ്റെ മുകളിലുള്ള സ്ഥലം ഞാൻ പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, കൃഷി ചെയ്തിരിക്കുന്നത്. കാബേജ് ഏകദേശം ആയി തുടങ്ങണം. കോളിഫ്ലവർ കുറച്ചും കൂടി സമയം എടുക്കും. അങ്ങനെ ഇത്രയുമാണ് എൻ്റെ കൃഷിസ്ഥലം. അപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത്, ഇതിൽ യാതൊരുവിധ കെമിക്കലോ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ സ്വന്തമായി ഞാനിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പോസ്റ്റ് വളം കൊണ്ട് മാത്രമാണ് ഇതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു വക ഇത് കഴിക്കുന്നത് കൊണ്ടോ ഇത് കൊണ്ടുണ്ടാക്കുന്ന സോപ്പിട്ട് കുളിക്കുന്നത് കൊണ്ടോ ശാരീരികമായിട്ട് യാതൊരു വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ആർക്കും ഉണ്ടാവാൻ ന്യായമില്ല. പിന്നെ അപ്പോൾ ഇതിൽ ചേർക്കുന്ന കമ്പോസ്റ്റ് വളം ഉണ്ടാക്കുന്ന ഒരു രീതി, ഞാൻ സ്വന്തമായിട്ട് കമ്പോസ്റ്റ് വളം ഉണ്ടാക്കിയിട്ടാണ് ഇതിന് ചെയ്യുന്നത്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ
കാണിച്ചു തരാം. അപ്പോൾ ഇത് എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണുക, കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമസ്കാരം.